അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടുപേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ശ്രീലളിതാസഹസ്രനാമസ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയ അനുഷ്ഠുച്ഛന്ത ശ്രീലളിതാ പരമേശ്വരീ ദേവതാ. ശ്രീമദ്വാഗ്ഭവകോടേതി ബീജം മധ്യകോടേതി ശക്തി ശക്തികോടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം. ശ്രീലളിതാ മഹാത്രിപുരസുന്ദരീ പ്രസാദ സിദ്ധിദ്വാരാ സകല ചിന്തിത ഫലവാപ്ത്യർത്ഥേ ജപേ വിനിയോഗ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുര താരാനായക ശേഖരാം സ്മിതമുഖേ നാപീന വക്ഷോരുഹാം. പാണിഭ്യാമളിപൂർണ രത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമ പത്മാം വരാംഗീം. സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം. ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം. സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷാം പരാം ജപാകുസുമഭാസുരാം ജപവിധോ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. ഓം നമോ ഭഗവതി മൂകാംബികായൈ നമഃ. ഓം ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠസംഭൂതാ ദേവകാര്യസമുദ്യതാ ഉദ്യദ്ഭാനുസഹസ്രാഭാ ചതുർബാഹുസമന്വിതാ രാഗസ്വരൂപപാഷാഢ്യാ ക്രോധാകാരാങ്കുശോജ്വലാ മനോരൂപേക്ഷുകോദണ്ഡാ പഞ്ചതന്മാത്രസായകാ നിജാരുണപ്രഭാപൂരമജ്ജബ്രഹ്മാണ്ഡമണ്ഡലാ ചമ്പകാശോകപുന്നാഗ സൗഗന്ധികലസത്കച കുരുവിന്ദമണിശ്രേണി കനകോട്ടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളികസ്ഥലശോഭിത മുഖചന്ദ്രകലങ്കാഭ മൃഗനാഭിവിശേഷക വദനസ്മരമാംഗല്യ ഗൃഹതോരണചില്ലിക വക്ത്രലക്ഷ്മീ പരിവാഹ ചലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരിനാസാഭരണ ഭാസുരാ കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളേ ഭൂതതപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവികപോലഭോः നവവിദ്രുമദിംബശ്രീഞ്ഞക്കാരിതനച്ഛദാ ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വലാ കർപ്പൂരവീതികാമോദ സമാകർഷ ദിഗന്തരാ നിജസല്ലാപമാധുര്യ വിനിഭത്സിത കച്ഛപി മന്ദസ്മിത പ്രഭാപൂരമജ്ജത്കാമേശ മാനസാ അനാകലിത സാദൃശ്യ ചുബുഗശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധരാ
कनगाङ्गतकेयूरकमनीय भुजान्विता रत्नग्रीवेय चिन्ता कलोला मुक्ता फलान्विता कामेश्वर प्रेम रत्न मणिप्रतिपनस्तनी नाभ्यालवाल रोमाली लता फलकुजद्वयी लक्ष्यरोमलताधारता समुन्नेय मध्यमा स्तनभारदलन्मध्यपट्टबन्धवलित्रया अरुणारुण कौसुम्भ वस्त्रभास्वकटीतटी रत्नकिङ्किणिकारण्य रचनादामभूषिता कामेश ज्ञात सौभाग्य माधवोरुद्वयान्विता माणिक्यमकुटागार जानुद्वय विराजिता इन्द्रगोपपरिक्षिप्त स्मरतूणाभजङ्घिका गूढगुल्फा कूर्मपृष्ठ जयिष्णुप्रभदान्विता नखदीधिति संचन्न मज्जनत्तमो गुणा पदद्वय प्रभाजाल पराकृत सरोरुहा शिञ्चानमणिमञ्चीर मण्डित श्रीपदाम्बुजा मदायी मन्दगमना महालावण्यशेवधे सर्वारुणा नवद्याङ्गी सर्वाभरणभूषिता शिवकामेश्वराङ्गस्ता शिवा स्वाधीनवल्लभा सुमेरुमध्यशृङ्खस्था श्रीमन्नगरनायिका चिन्तामणिगृहान्दस्था पञ्चब्रह्मासनस्थिता महापद्माटवी संस्था कदम्बवनवासिनी सुधासागर मध्यस्था कामाक्षी कामदायिनी देवर्षिगणसङ्घातस्तूयमानात्मवैभवा भण्डासुरवधो युक्त शक्तिसेना समन्विता सम्पल्करी समारूढ सिन्धुरव्रज सेविता अश्वारूढाधिष्ठिताश्वकोटिकोटिभिरावृता चक्रराजरथारूढ सर्वायुध परिष्कृता गयचक्ररथारूढ मन्त्रिणी परिसेविता गिरिचक्ररथारूढ दण्डनाथा पुरस्कृता ज्वालामालिनिका क्षिप्तवह्निप्राकार मध्यका भण्डसैन्यवधो युक्त शक्तिविक्रमहर्षिता नित्या पराक्रमाटोपनिरीक्षण समुत्सुका भण्डपुत्रवधो युक्त बाला विक्रमनन्दिता मन्त्रिण्यम्बा विरजित विषङ्गवधतोषिता विशुक्रप्राणहरण वाराही वीरनन्दिता कामेश्वर मुखालोककल्पित श्रीगणेश्वरा महागणेश निर्भिन्न विघ्नयन्द्र प्रहर्षिता भण्डासुरेन्द्र निर्मुक्त शस्त्र प्रत्यस्त्र वर्षिणी कराङ्कुलिन घोल्पन्न नारायण दशाकृतिः महापाशुपतास्त्रा निर्दग्धासुर सैनिका कामेश्वरास्त्र निर्दग्ध सभण्डासुर शून्यका ब्रह्मोपेन्द्र महेन्द्रादिदेव संस्तुत वैभवा हरनेत्राग्निसंदग्ध काम सञ्जीवनौषधिः श्रीमद्वाग्भवकूटैक स्वरूप मुख पङ्कजा कण्ठाधकटिपर्यन्त मध्यकूटस्वरूपिणी शक्तिकूटैकतापन्न कट्यधो भागधारिणी मूलमन्त्रात्मिका मूलकूटत्रय कलेबरा कुलामृतैकरसिका कुलसङ्केतपालिनी कुलाङ्कना कुलान्तस्था कौलिनी कुलयोगिनी अकुला समयान्तस्था समयाचार तत्परा मूलाधारैकनिलया ब्रह्मग्रन्थिविभेदिनी मणिपूरान्तरुदिता विष्णुग्रन्थिविभेदिनी आज्ञाचक्रान्तराळस्था रुद्रग्रन्थिविभेदिनी सहस्राराम्बुजारूढा सुधासारभिवर्षिणी महाशक्ति कुण्डलिनी विसतन्तुतनीयसे भवानी भावनागम्या भवारण्यकुठारिगा भद्रप्रिया भद्रमूर्तिर्भक्त सौभाग्यदायिनी भक्तिप्रिया भक्तिगम्या भक्तिवश्या भयापहा शाम्भवी शारदाराध्या शर्वाणी शर्मदायिनी शाङ्करी श्रीकरी साध्वी शरच्चन्द्रनिभानना शादोदरी शान्तिमती निराधारा निरञ्जना निर्लेपा निर्मला नित्या निराकारा निराकुला निर्गुणा निष्कला शान्ता निष्कामा निरुपप्लवा नित्यमुक्ता निर्विकारा निष्प्रपञ्चा निराश्रया नित्यशुद्धा नित्यबुद्धा निरवद्या निरन्तरा निष्कारणा निष्कलङ्का निरुपाधिर्निरीश्वरा
നീരാഗാരാഗമധനാ നിർമ്മദാ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹാ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രേ നിഷ്പാപാ പാപനാശിനി നിഷ്ക്രോധാ ക്രോധശമനി നിർലോഭാ ലോഭനാശിനി നിസ്സംശയാ സംശയജ്ഞി നിർഭവാ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദാ ഭേദനാശിനി നിർനാശാ മൃത്യുമധിനി നിഷ്ക്രിയാ നിഷ്പരിഗ്രഹ നിസ്തുലാ നീലചികുരാ നിരപായാ നിരത്യയാ ദുർലഭാ ദുർഗമാ ദുർഗാ ദുഃഖഹന്ത്രി സുഖപ്രദാ ദുഷ്ടദൂരാ ദുരാചാര ശമനി ദോഷവർജിതാ സർവജ്ഞാ സാന്ത്രകരുണാ സമാനാധികവർജിതാ സർവശക്തിമയീ സർവമംഗളാ സർഗതിപ്രദാ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മികാ സർവതന്ത്രരൂപാ മനോന്മയീ മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയാ മഹാരൂപാ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരതി മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധിർമഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ഷഷ്ട്യുപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയീ മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യാ ചന്ദ്രവിദ്യാ ചന്ദ്രമണ്ഡല മധ്യഗ ചാരുരൂപാ ചാരുഹാസ ചാരുചന്ദ്ര കലാധര ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭാ പഞ്ചപേദാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ധ്യാനധ്യാതൃധ്യേയരൂപാ ധർമ്മ ധർമ്മ വിവർജിത വിശ്വരൂപാ ജാഗരിണി സ്വപന്തി തൈജസാത്മികാ സുപ്താ പ്രാജ്ഞാത്മികാ തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപാ ഗോത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപാ തിരോധാനഗരീശ്വരി സദാശിവാനുഗ്രഹദാ പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥാ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി പുണ്യേഷ നിമിഷോൽപന്ന വിപന്ന ഭുവനാവലിഹി സഹസ്രശീർഷവദനാ സഹസ്രാക്ഷി സഹസ്രപാ ആ ബ്രഹ്മകീടജനനീ വർണ്ണാശ്രമ വിധായിനി നിജാജ്ഞാ രൂപനികമാ പുണ്യാ പുണ്യഫലപ്രദാ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളികാ സകലാഗമ സന്തോഹ ശുക്തി സംപുട മൗക്തികാ പുരുഷാർത്ഥ പ്രദാ പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാ നാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീംകാരി ഹ്രീമതി ഹൃദ്യാ ഹേയോപാധേയ വർജിത രാജരാജാചിദാരാജ്ഞി രമ്യാ രാജീവലോചന രഞ്ജനീ രമണീരസ്യാ രണകിങ്കിണി മേഖലാ രമാ രാഗേന്ദു വദനാ രതിരൂപാ രതിപ്രിയാ രക്ഷാകരീ രാക്ഷസജ്ഞേ രാമാ രമണലംപടാ കാമ്യാ കാമകലാരൂപാ കദംബ കുസുമപ്രിയാ കല്യാണി ജഗദേകന്താ കരുണാരസസാഗരാ കലാവതി കലാലാപാ കാന്താ കാദംബരി പ്രിയാ വരദാ വാമനയനാ വാരുണീ മദവിഹ്വലാ വിശ്വാധികാ വേദ വിദ്യാ വിന്ധ്യാചല നിവാസിനി വിധാത്രീ വേദജനനീ വിഷ്ണുമായാ വിലാസിനി ക്ഷേത്രസ്വരൂപാ ക്ഷേത്രേശി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമലാവന്ത്യാ വന്താരുജന വത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപലിതികാ പശുപാശ വിമോചിനി സംഹൃദാ ശേഷപാശന്താ സദാചാര പ്രവർത്തികാ
तापत्रयाग्नि सन्दप्त समाह्लादन चन्द्रिका तरुणी तापसाराध्या तनुमध्या तमोपहा चिदिस्तल्पदलित्याथा चिदेगरसरूपिणी स्वात्मानन्तलविभूत ब्रह्माद्यानन्त सन्ततिः परा प्रत्यक्षिरूपा पश्यन्ती परदेवता मध्यमा वैखरी रूपा भक्तमानसहंसिका कामेश्वर प्राणनाडी कृतज्ञा कामपूजिता शृङ्गाररस सम्पूर्णा जया जालन्धर स्थिता उद्यानपीठनिलया बिन्दुमण्डलवासिनी रहोयागक्रमाराध्या रहस्तर्पणतर्पिता सद्यप्रसादिनी विश्वसाक्षिणी साक्षिवर्जिता षडङ्गदेवदायुक्ता षड्गुण्यपरिपूजिता नित्यक्लिन्ना निरुपमा निर्वाण सुखदायिनी नित्या षोडशिकारूपा श्रीकण्ठाधशरीरिणी प्रभावती प्रभारूपा प्रसिद्धा परमेश्वरी मूल प्रकृतिरव्यक्ता व्यक्ता व्यक्तस्वरूपिणी व्यापिनी विधातारा विद्या विद्यास्वरूपिणी महाकामेश नयन कुमुदाह्लाद कौमुदी भक्तहादतमो भेद भानुमद्भानुसन्ततिः शिवदूजी शिवाराध्या शिवमूर्तिः शिवङ्करी शिवप्रिया शिवपरा शिष्टेष्टा शिष्टपूजिता अप्रमेया स्वप्रकाशा मनोवाचा मगोचरा चिच्चक्तिश्चेतना रूपा जडशक्तिर्जडात्मिका गायत्री व्याहृदि सन्ध्या द्विजवृन्दनिषेविता तत्त्वासना तत्त्वमयी पञ्चकोशान्तरस्थिता निःसीममहिमा नित्ययौवना मदशालिनी मदभूमिदरक्ताक्षी मदपाडलगन्धभूः चन्दनद्रवदिग्धाङ्गी चाम्पेय कुसुमप्रिया कुशला कोमलाकारा कुरुकुल्ला कुलेश्वरी कुलकुण्ठालया कौलमार्गकल्परसेविता कुमारगणनाथाम्बा तुष्टिपुष्टिर्मतिर्भिः शान्ति स्वस्तिमती कान्त नन्दिनी विघ्ननाशिनी तेजोवती त्रिनयना लोलाक्षी कामरूपिणी मालिनी हंसिनी माता मलयाचलवासिनी सुमुखी नलिनी शुभ्र शोभना सुरनायिका कालकन्ती कान्तिमती क्षोभिनी सूक्ष्मरूपिणी वज्रेश्वरी वामदेवी वयोवस्था विवर्जिता सिद्धेश्वरी सिद्धविद्या सिद्धमाता यशस्विनी विशुद्धिचक्रनिलया रक्तवर्णा त्रिलोचना खड्वाङ्गादिप्रहरणा वदनैव समन्विता पायसान्न प्रिया स्वस्था पशुलोकभयङ्करी अमृतादिमहाशक्ति संवृता डाकिनीश्वरी अनाहदार्जनलया श्यामा भावदनद्वया दंष्टोज्ज्वला क्षमालादिधरा रुधिर संस्थिता कालरात्र्यादिशौक्त्यौघवृदा स्निग्धौदनप्रिया महावीरेन्द्रवरदा राकिन्यम्पा स्वरूपिणी मणिपूराब्जनिलया वदनत्रय संयुता वज्रादिवायुधोपेता दामद्यादिभिरावृता रक्तवर्णा मांसनिष्ठा गुडान प्रीतमानसा समस्त भक्त सुखदा नाकिन्यम्पा स्वरूपिणी स्वाधिष्ठानाम्बुजगता सदोवक्त्र मनोहरा शूलाद्यायुध सम्पन्ना पीतवर्णादिगर्विता मेधोनिष्ठा मधुप्रीदा दण्डिन्यादि समन्विता दिग्भिन्ना सप्तहृदया काकिनी रूपधारिणी मूलाधाराम्बुजारूढा पञ्चवक्त्रास्ति संस्थिता अंगुशादि प्रहरणा वरदादिनिषेविता मुद्गौदना सप्तचित्ता साकिन्यम्पा स्वरूपिणी आज्ञाचक्रार्जुनिलया शुक्लवर्णा षडानना मज्जा संस्था हंसवती मुख्यशक्तिः समन्विता हरिद्रा नैकरसिका हाकिनी रूपधारिणी सहस्रदल पद्मस्था सर्ववर्णोपशोभिता सर्वायुधधरा शुक्ल संस्थिता सर्वतोमुखी सर्वौदन प्रीतचित्ता याकिन्यम्पा स्वरूपिणी स्वाहा स्वधा मतिर्मेधा श्रुति स्मृतिरनुत्तमा पुण्यकीर्ति पुण्यलभ्या पुण्यश्रवण कीर्तना
पुलोमजाचिदाबन्धमोचिनी बर्बरालका विमर्शरूपिणी विद्या वियदादिजगल्प्रसूः सर्वव्याधिप्रशमनी सर्वमृत्युनिवारिणी अग्रगण्या चिन्त्यरूपा कलिकल्मषनाशिनी कात्यायनी कालहन्त्री कमलाक्षनिषेविता ताम्बूलपूरितमुखे दाडिमे कुसुमप्रभा मृगाक्षी मोहिनी मुख्या मृदानी मित्ररूपिणी नित्यतृप्ता भक्तनिधिर्नियन्त्री निखिलेश्वरी मैत्रादिवासनालभ्या महाप्रलयसाक्षिणी पराशक्ति परानिष्ठा प्रज्ञानघनरूपिणी माधवीपानालसा मत्ता मातृका वर्णरूपिणी महाकैलासनिलया मृणालमृदुदोल्लता महनीया दयामूर्ति महासाम्राज्यशालिनी आत्मविद्या महाविद्या श्रीविद्या कामसेविता श्री षोडशाक्षरी विद्या त्रिकूटा कामकोटिका कडाक्ष किङ्करी भूद कमला कोटि सेविता शिरस्थिता चन्द्रनिभा फालस्तेन्द्रधनुप्रभा हृदयस्ताररि प्रख्या त्रिकोणान्तरदीपिका दाक्षायणी दैत्यहन्त्री दक्षयज्ञविनाशिनी दरान्दोलित दीर्घाक्षी दरहासोज्ज्वलन्मुखी गुरुमूर्तिर्गुणनिधिर्गोमाता गुहजन्मभूः देवेशी दन्तमेदिस्ता दहराकाशरूपिणी कृतिपन्मुख्यराकान्दत्तिथिमण्डलपूजिता कलात्मिका कलानाथा काव्यालापविनोदिनी सचामररमावाणी सव्यदक्षिणसेविता आदिशक्तिरमेयात्मा परमा पावना कृतिः अनेककोटिब्रह्माण्ड जननी दिव्यविग्रह क्लीङ्कारी केवला गुह्या कैवल्यपददायिनी त्रिपुरा त्रिजगद्वन्द्या त्रिमूर्तिस्त्रिदशेश्वरी त्र्यक्षरी दिव्यगन्धाढ्या सिन्दूरतिलकाञ्चिता उमा शैलेन्द्रतनया गौरी गन्धर्वसेविता विश्वगर्भा स्वर्णगर्भा वरदा वागधीश्वरी ध्यानगण्या परिच्छेद्या ज्ञानदा ज्ञानविग्रहा सर्ववेदान्त संवेद्या सत्यानन्दस्वरूपिणी लोपामुद्राचिता लीला क्लिप्त ब्रह्माण्डमण्डला अदृश्यादृश्यरहिता विज्ञात्री वेद्यवर्जिता योगिनी योगदा योग्या योगानन्ता युगन्धरा इच्छाशक्ति ज्ञानशक्ति क्रियाशक्ति स्वरूपिणी सर्वाधारा सुप्रतिष्ठा सदसद्रूपधारिणी अष्टमूर्तिरजा जैत्री लोकयात्रा विधायिनी एकाकिनी भ्रूमरूपा निर्द्वैता द्वैतवर्जिता अन्नदा वसुधा वृद्धा ब्रह्मात्मैक्यस्वरूपिणी बृहती ब्राह्मणी ब्राह्मी ब्रह्मानन्ता बलिप्रिया भाषारूपा बृहत्सेना भावा भावविवर्जिता सुखाराध्या शुभगरी शोभना सुलभागतिः राजराजेश्वरी राज्यदायिनी राज्यवल्लभा राजकृपा राजपीठ निवेशित निजाश्रिता राजलक्ष्मी कोशनाथा चतुरङ्कबलेश्वरी साम्राज्यदायिनी सत्यसन्धा सागर मेखला दीक्षिता दैत्यशमनी सर्वलोकवशङ्करी सर्वात्तदात्री सावित्री सच्चिदानन्तरूपिणी देशकाला परिच्छिन्ना सर्वगा सर्वमोहिनी सरस्वती शास्त्रमयी गुहाम्पा गुह्यरूपिणी सर्वोपाधिर्मुक्ता सदाशिवपतिव्रता सम्प्रदायेश्वरी साध्वी गुरुमण्डलरूपिणी कुलोत्तीर्णा भगाराध्य माया मधुमती मही गणाम्पा गुह्यकाराध्या कोमलाङ्की गुरुप्रिया स्वतंत्र सर्वतन्त्रीशी दक्षिणामूर्तिरूपिणी सनकादिसमाराध्या शिवज्ञानप्रदायिनी चित्कलानन्तकलिका प्रेमरूपा प्रियङ्करी नामपारायण प्रीता नन्दिविद्या नटेश्वरी मिथ्या जगदधिष्ठाना मुक्तिदा मुक्तिरूपिणी लास्यप्रिया लयकरी लज्जारम्भाधिवन्तिता भवदा वसुधा वृष्टि पापारण्यदवानला दौर्भाग्यतूलवातूला जराध्वान्तरविप्रभा
भाग्याब्धिचन्द्रिका भक्तचित्तकेति घना घना रोगपर्वदम्भोले मृत्युदारुकुठारिका महेश्वरी महाकाली महाग्रासा महाशना अपर्णा चण्डिका चण्डमुण्डा सुरनिषूदिनी चराचरात्मिका सर्वलोकेशी विश्वधारिणी त्रिवर्गधात्री सुभगा त्र्यम्बका त्रिगुणात्मिका स्वर्गापवर्गदा शुद्धा जबा पुष्पनिभा कृतिः ओजोवती द्युतिधरा यज्ञरूपा प्रियव्रता दुराराध्या दुराधर्षा पाटली कुसुमप्रिया महती मेरुनिलया मन्दारकुसुमप्रिया वीराराध्या विराट्रूपा विरजा विश्वतोमुखी प्रत्यग्रूपा पराकाशा प्राणदा प्राणरूपिणी माताण्डभैरवाराध्या मन्त्रिणी यस्तराजधूः त्रिपुरेशी जयत्सेना निस्त्रैगुण्या परापरा सत्यज्ञानानन्दरूपा सामरस्य परायणा कबर्दिनी कलामाला कामधुक्कामरूपिणी कलानिधि काव्यकला रसज्ञा रससेवधिः पुष्टा पुरातना पूज्या पुष्करा पुष्करेक्षणा परं ज्योतिः परं धाम परमाणुः पराल्परा पाशहस्ता पाशहन्त्री परमन्त्रविभेदिनी मूर्ता मूर्ता नित्यतृप्ता मुनिमानसहंसिका सत्यव्रता सत्यरूपा सर्वाद्वैत्यामिनी सती ब्रह्माणि ब्रह्मजननी बहुरूपा बुधार्चिता प्रसवित्री प्रजण्टाज्ञा प्रतिष्ठा प्रकटा कृतिः प्राणेश्वरी प्राणदात्री पञ्चाशल्पीठरूपिणी विशृङ्खला विरिक्तस्था वीरमाता वियल्पसूः मुकुन्ता मुक्तिनिलया मूलविग्रहरूपिणी भावज्ञा भवरोगज्ञी भवचक्रप्रवर्तिनी छन्दसारा शास्त्रसारा मन्त्रसारा तलोदरी उदारकीर्तिरुद्धामवैभवा वर्णरूपिणी जन्म मृत्युजरा तप्त जनविश्रान्तिदायिनी सर्वोपनिषदुद्धृष्टा शान्तितीरकलात्मिका गम्भीरा गगनान्तस्था गर्विता गानलोलुपा कल्पना रहिता काष्ठा कान्ता कान्दार्धविग्रहा कार्यकारण निर्मुक्ता कामकेलितरञ्जिता कनकताडन्ता लीला विग्रहधारिणी अजाक्षय विनिर्मुक्ता मुग्धा क्षिप्रप्रसादिनी अन्तर्मुख समाराध्या बहिर्मुख सुदुर्लभा त्रयी त्रिवर्गनिलया त्रिस्ता त्रिपुरमालिनी निरामया निरालम्पा स्वात्मा रामा सुधा श्रुतिः संसार पंक निर्मग्न समुद्धरण कंटिता यज्ञप्रिया यज्ञकर्त्री यजमान स्वरूपिणी धर्माधारा धनाध्यक्षा धनधान्य विवर्धिनी विप्रप्रिया विप्ररूपा विश्वभ्रमणकारिणी विश्वग्रासा विद्रुमाभा वैष्णवी विष्णुरूपिणी अयोनि योनिनिलया कूढस्था कुलरूपिणी वीरगोष्ठिप्रिया वीरा नैष्कर्म्यानादरूपिणी विज्ञानकलना कल्या विदग्धा वैतवासना तत्त्वाधिका तत्त्वमयी तत्त्वमर्थस्वरूपिणी सामगानप्रिया सौम्या सदा शिवकुटुम्बिनी सव्यापसव्यमागस्ता सर्वपद्निवारिणी स्वस्था स्वभाव मधुरा धीरा धीर समर्चिता चैतन्याढ्य समाराध्या चैतन्य कुसुम प्रिया सदोदिता सदा तुष्टा तरुणादित्य पाटला दक्षिणा दक्षिणाराध्या दरस्मेर मुखाम्बुजा कौलिनी केवलानर्घ्य कैवल्य पददायिनी स्तोत्र प्रिया स्तुतिमध्ये श्रुति संस्तुत वैभवा मनस्विनी मानवती महेशी मंकलाकृतिः विश्वमाता जगद्धात्री विशालाक्षी विरागिनी प्रगर्भा परमोदारा परमोदा मनोमयी व्योमकेशी विमानस्था वज्रिणी वामकेश्वरी पंचयज्ञ प्रिया पंचप्रेदमंजाधिशायिनी पंचमी पंचभूदेशी पंचसंख्योपचारिणी शाश्वती शाश्वतैश्वर्या शर्मदा शंभुमोहिनी
धराधरसुता धन्या धर्मिणी धर्मवर्धिनी लोकातीता गुणातीता सर्वातीता शमात्मिका बन्धोगकुसुमप्रख्या बाला लीला विनोदिनी सुमङ्गली सुखगरी सुवेशाढ्या सुवासिनी सुवासिन्यक्षण प्रीता शोभना शुद्ध मानसा बिन्दुतर्पण सन्तुष्टा पूर्वजा त्रिपुराम्बिका दशमुद्रा समाराध्या त्रिपुरा श्रीवशङ्करी ज्ञानमुद्रा ज्ञानगम्या ज्ञानज्ञेयस्वरूपिणी योनिमुद्रा त्रिखण्डेशी त्रिगुणाम्पा त्रिगोणका अनघाद्भुतचारित्रा वाञ्छितार्थप्रदायिनी अभ्यासातिशयज्ञाता षडध्वादीतरूपिणी अव्याजकरुणामूर्तिरज्ञानद्वान्ददीपिका आबालगोपविदिता सर्वानुल्लङ्घ्य शासना श्रीचक्रराजनिलया श्रीमत्त्रिपुरसुन्दरी श्रीशिवा शिवशक्त्यैक्यरूपिणी ललिताम्बिका एवं श्रीललिता देव्या नाम्नां सहस्रगं जगुः श्रीललितासहस्रनामस्तोत्रं सम्पूर्णं श्रीमहादेवी नमः. വളരെ സന്തോഷം. വളരെ ഗംഭീരമായ രീതിയിൽ ലളിതാ സഹസ്രനാമം ആലപിച്ച ഷീബ മാഡത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നമ്മള് ലളിതാ സഹസ്രനാമ യജ്ഞം വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഗുണങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക്. അപ്പൊ ഇതൊരു മഹത്തായ യജ്ഞമാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം. ശനിയാഴ്ച വൈകിട്ട് നമ്മൾ എന്തായാലും ഇത്രയും ആളുകൾ എന്തായാലും ഇതിലുണ്ടാവണം. നമ്മുടെ പരിചയക്കാരെ സുഹൃത്തുക്കളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരണം. കാരണം ഇതൊരു ബുദ്ധമണ്ഡലം എന്ന് ഓഷോ പറയുന്ന അല്ലെങ്കിൽ ശക്തി മണ്ഡലത്തിന്റെ ക്രിയേഷനാണ്. ഒരു മഹത്തായ ഒരു ശക്തി മണ്ഡലത്തിന്റെ അഭാവം കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം അല്ലേ, ഒരുപാട് കുഴപ്പങ്ങൾ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാണ്, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ലളിതാ സഹസ്രം. ഇത് സൈക്കോളജിക്കലിയും ന്യൂറോ സൈക്കോളജിയിലും കൊഗ്നിറ്റീവ് ന്യൂറോ സൈക്കോളജിയിലും ഒക്കെ ഇതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ശാസ്ത്രീയമായി നടന്നിട്ടുണ്ട്. ഇത് ബ്രെയിൻ കെമിക്കൽസിനെ പോസിറ്റീവ് ആക്കാൻ സാധിക്കുന്നു, ന്യൂറോൺ സെല്ലുകളെ ഉത്തേജിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ള തെളിവുകളുണ്ട്. ബിക്കോസ് യു ആർ ഡൂയിങ് എ 100% സയന്റിഫിക് സിസ്റ്റം. അപ്പൊ അടുത്ത ജനറേഷൻ ഇത് കൊടുക്കണ്ടേ അല്ലെ? ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരുന്നത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ ഋഷിമാർക്ക് ഇതൊക്കെ മനസ്സിലായത്, അത്ഭുതമാണ് അവർക്ക്. അപ്പൊ വളരെ ആഴത്തിലുള്ള ഒരു പദ്ധതിയിലെ ദീക്ഷ എടുത്ത ആളുകളാണ് നിങ്ങൾ. അല്ലെങ്കിൽ തന്നെ ലളിതാ സഹസ്രനാമം ആ പദ്ധതി ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ തന്നെ ആ പദ്ധതിയിലായി കഴിയും. അപ്പോൾ അത് കൃത്യമായി ജപിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികളുണ്ടാവും. തുടർച്ചയായിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അവരുടെ കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികളുണ്ടാകുന്നു. ഒരുപാട് പ്രശ്നം, ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞൊക്കെ പറഞ്ഞ മെസ്സേജ് വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്നത്. ദേവിയുടെ ഒരു ഉപകരണമായിട്ട് നമ്മളെല്ലാം പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും ദേവിക്ക് നമ്മളിലൂടെ ഒഴുകിയേ പറ്റൂ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി. നമ്മളിലൂടെ മറ്റു പലരിലേക്കും എത്താൻ നമ്മളൊരു നിമിത്തമായാൽ ഒരിക്കലും നിങ്ങളെ അവർ മറക്കില്ല. എന്നെ ആ പദ്ധതിയായിട്ട് ബന്ധപ്പെടുത്തിയ ആള് ഇനി ആരാണ്? അപ്പൊ ആ ഗുരുപരമ്പര പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ നമുക്കും അതിന്റെ ഒരു അനുഗ്രഹം വന്നു ചേരും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഓരോ ഒരു ലളിതാ സഹസ്രനാമം ജപിച്ചിട്ട് നമ്മൾ ഒരു ജപിച്ചിട്ട് പിന്നെ അതിന്റെ അർത്ഥം പറയുക. പറ്റുമെങ്കിൽ ചില ദിവസങ്ങളിൽ നമുക്ക് സാഹചര്യ സമയം പോലെ നേരത്തെ ചെയ്യാം, പറ്റുന്ന ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാം, സമയത്തിന്റെ അനുസരിച്ചിട്ട്. അപ്പോ നമ്മൾ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്ന ധ്യാനത്തിന്റെ അർത്ഥമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തുടക്കത്തിലുള്ള. അപ്പൊ അത് ഓം സിന്ധൂരാരുണ വിഗ്രഹം തൃണനം മാണിക്യമൗലീസ്ഫുര താരാനായക ശേഖരം സ്മൃതിമാഭീനവക്ഷോരുക പാണിഭ്യാം അലിപൂർണ രക്തചഷകം
രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേൽ പരാമംബികം. അപ്പൊ ആരാണ് ഇത്? ശരിക്കും പല സമ്പ്രദായ ഭേദങ്ങൾ ശ്രീവിദ്യ പദ്ധതിയിലുണ്ട്. കൗളം, മിശ്രം, സമയം, ഉത്തരകൗളം, അങ്ങനെ ഒരുപാട് ഉൾപിരിവുകൾ തന്ത്രത്തിലുണ്ട്. അപ്പൊ ഇതിൽ ഓരോ ഗുണപ്രധാനമായിട്ടാണ് ഈ പദ്ധതി ഭേദങ്ങൾ ഉണ്ടായത്. അപ്പൊ അതിൽ രജോ ഗുണത്തിന് പ്രാധാന്യം വരുന്നതാണ് കൗളം. അങ്ങനെ പല പദ്ധതി ഭേദങ്ങൾക്കനുസരിച്ച് ഈ ശ്ലോകത്തിൽ പല ഭാവങ്ങളിൽ ഈ ധ്യാന ശ്ലോകങ്ങളിൽ പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പം ഇവിടെ എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ സിന്ദൂരാരണ വിഗ്രഹം എന്നുള്ളതിന്റെ അർത്ഥമാണ് പറഞ്ഞത്. സിന്ദൂരമ അത് വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്, പറഞ്ഞിട്ടുണ്ട്. അതിൽ അവസാന ഭാഗത്തെത്തിയ സമയമായതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ അതിന്റെ ബാക്കി പറയാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്താണ്? വാരുണി മദ്യത്തിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ രക്തോൽപലം ബിഭ്രതിയും. രക്തോൽപലം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പാഠഭേദങ്ങൾ പറയുന്നു. രക്തോൽപലം എന്ന് പറയുന്നത് ചുവന്ന ലില്ലിപ്പൂക്കളാണെന്ന് പറയുന്നവരുണ്ട്, താമരപ്പൂക്കളാണെന്ന് പറയുന്നവരുണ്ട്, ആമ്പൽ പൂക്കളാണെന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ ചുമലയാണ്, കംപ്ലീറ്റ് റെഡാണ്, രജോ ഗുണമാണ്, യുദ്ധത്തിന്റെ ഭാവത്തിലാണ് നിൽക്കുന്നത്. സാത്വികം, രാജസികം, താമസികം എന്ന നിലയിൽ പ്രാണൻ 3 രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അപ്പം നമ്മളൊരു ദേവതയെ നമ്മൾ ഉപാസിച്ചിട്ട് ആ ദേവതയെ 3 രീതിയിലാണ് നമുക്ക് ഉപാസിക്കാൻ സാധിക്കുക, 3 രീതിയിലാണ് പ്രയോഗിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ അതിന്റെ അനുഗ്രഹം, ദേവതയുടെ അനുഗ്രഹം ലഭിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ 3 രീതിയിലാണ് സാധിക്കുന്നത്. കാരണം പ്രാണന്റെ വൈബ്രേഷണൽ ഫീൽഡുകളാണ് ദേവതകൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സാത്വിക, രാജസികം, താമസികം, സത്വരജസ് തമസ് ഗുണങ്ങളാണ് ധ്യാനത്തിലൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് തന്നെ ധ്യാനത്തിൽ 2 കാര്യങ്ങളാണ്. ദേവതയെ പ്രതിഷ്ഠിക്കുക ഉള്ളില് ധ്യാന രൂപത്തില്, മറ്റൊന്ന് നമ്മുടെ ഭാവം എന്തായിരിക്കണം എന്ന് ഉറപ്പിക്കുക ജപിക്കുന്ന സമയത്ത് മൊത്തത്തിൽ. ഇത് രണ്ടും ഇതിന്റെ ഉദ്ദേശങ്ങളാണ്. അപ്പം ദേവതയെ ധ്യാനിക്കുമ്പോൾ ഈ പറയുന്ന 3 ഗുണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇവിടെ രജോ ഗുണത്തിനാണ് മുൻപന്തി. റെഡ് കളർ രക്തത്തിന്റെ കളറാണെന്ന് പറഞ്ഞു. സാത്വികം, രാശി, സാത്വിക ഏറ്റവും നല്ല ഗുണങ്ങൾ ഗുണമായിട്ട് പറയുന്നത് നന്മയും ഒക്കെയുള്ള സാത്വികമാണ്. രജോ ഗുണവും നമുക്ക് ആവശ്യം. ഈ 3 ഗുണങ്ങളും ആവശ്യമുണ്ടെന്ന് ഗീത പറയുന്നു. ഈ 3 ഗുണങ്ങളെയും അറിഞ്ഞ് അതിനെ അതിവർത്തിച്ച് അതിൽ അഡിക്ഷൻ വരാതെ അതിനെ വേണ്ട വിധം വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. 3 ആവശ്യമുണ്ട്. പട്ടാളക്കാർ അതിർത്തിയിൽ മരിക്കാൻ കിടക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ നിന്ന് ശാന്തതയെക്കുറിച്ചും മനസ്സമാധാനത്തെക്കുറിച്ചും സാത്വികതയെക്കുറിച്ചും സംസാരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകും അല്ലേ? ഇപ്പൊ തന്നെ അവിടെ ആൾക്കാർ ബോംബ് പൊട്ടി മരിച്ചു. അവിടെ യുദ്ധസന്നദ്ധരായിട്ടിരിക്കുകയാണ് ഭടന്മാര്. അതുകൊണ്ടാണ് നമ്മളിവിടെ ശാന്തം. അപ്പൊ നമ്മുടെ ശാന്തതയെ താങ്ങി നിർത്തുന്ന ആരാണ്? അപ്പുറത്തെ രജോ ഗുണവും തമോ ഗുണവും ഒക്കെയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടിയാല് അത് ദോഷമാണ്. അല്ലയോ അർജുന? തപസജ്ഞാനത്തോടും രജസ് മോഹത്തോടും സാത്വികത സുഖത്തോടും ബന്ധനമുണ്ടാക്കുന്നു എന്നാണ് ഗീത പറയുന്നത്. ഈ 3 ഗുണങ്ങളെ അതിവർത്തിച്ച് ഗുണാതീയതോ ഭവാർജുന എന്നാണ് പറയുന്നത്. ചെല്ലുണ്ട് നല്ല ആൾക്കാർ, എല്ലാവരും നല്ലതായിട്ട് പെരുമാറും, അവർക്ക് എന്നും ബുദ്ധിമുട്ടായിരിക്കും. ചെല്ല് വളരെ മോശമായിട്ട് പെരുമാറും, അവരുടെ സ്വഭാവം അത് തന്നെയാ, മാറ്റമില്ല. അപ്പൊ അവർക്കും പ്രശ്നം ഉണ്ടാവും. രജോ ഗുണത്തിലാണ് ചെല്ല് പെരുമാറുന്നത്. ആഗ്രഹങ്ങളുടെ ഇതിൽ ക്രൂക്കഡായിട്ടാണ് ചെല്ല് എപ്പോഴും പെരുമാറുന്നത്. അവരും പ്രശ്നം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം എനിക്ക് ലാഭം വേണം, ഞാൻ നല്ല സാധനം കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വില കൂട്ടിയിടും. അപ്പം ആരും വാങ്ങിക്കത്തില്ല. അപ്പൊ എന്താ? തമോ ഗുണമാണ്. കാര്യം ആളുകളെ മനസ്സിലാക്കുന്നൊന്നുമില്ല. അവരുടെ കയ്യിൽ നിന്ന് ഭയങ്കര കാശും വാങ്ങിച്ച് നല്ലതാന്നൊക്കെ പറഞ്ഞു. പിന്നെ രജോ ഗുണം, എന്റെ കാര്യം നടക്കണം, അവരുടെ കാര്യം നടക്കണം. കുറച്ചൊക്കെ റേറ്റ് താത്തിട്ട് കൊടുത്തു നോക്കി, എവിടെ വിജയിക്കുന്നില്ല. ഈ ചീത്തപ്പേര് കിടക്കുക പഴയത്. വില കൂടുതൽ അങ്ങോട്ട് പോയ അവിടെ ഗോപി മഞ്ചൂരിക്ക് 300 രൂപ വാങ്ങിക്കും എന്നൊക്കെ പറയും ഹോട്ടലാണ്. അതിപ്പോ കുറച്ച് കൊടുത്തിട്ട് പേര് ദോഷം മാറുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? കക്ഷി നഷ്ടം വന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വില കുറച്ച് നല്ലവണ്ണം പുള്ളി നഷ്ടം വരുത്തിക്കൊണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നല്ല പേരൊക്കെ കിട്ടി, പക്ഷെ കക്ഷിക്ക് ജീവിക്കാൻ വയ്യ. ഇത് സാത്വികാവസ്ഥയാണ്. അവസാനം കാശുള്ളവർ വരുമ്പോ ചില കടകളിലൊക്കെ 10 രൂപ കൂട്ടി കിട്ടും. കാശ് കുറഞ്ഞവർ വരുമ്പോ 10 രൂപ കുറച്ചിട്ടും ഒക്കെ ഒരു പരുവത്തിന്
വേണ്ട ഗുണങ്ങൾക്ക് അനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ പ്രാണനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയും ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യുള്ളൂ. അതിന് ബോധം ഉണ്ടാവണം. വരുന്ന ഗുണം ഏതാണോ അതറിഞ്ഞ് തിരിച്ച് ഗുണത്തെ വിടാനുള്ള കഴിവുണ്ടാകാൻ വേണ്ടിയാണ് ഉപാസനയും ധ്യാനവും ജപവും പറയുന്നത്. അപ്പൊ സത്വരജസമസ്കുണങ്ങളെ വേണ്ട രീതിയിൽ ലക്ഷ്മി, സരസ്വതി, മഹാകാളി എന്ന് പറഞ്ഞ് 3 ഭാവത്തിൽ ഉപാസിക്കുന്ന ഒരു ശ്രീവിദ്യ ഉപാസന, 3ഉം കൂടെ ചേർന്ന ത്രിപുരസുന്ദരി ഉപാസിക്കുന്ന ശ്രീവിദ്യ പദ്ധതിയിൽ പോകുന്ന ഒരാൾക്ക് ഈ പ്രാണന്റെ ഈ പറയുന്ന കഴിവുകൾ ഉണ്ടായി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതിക്ക് ഇത്രയേറെ ഇമ്പോർട്ടൻസ് ആചാര്യന്മാർ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രീവിദ്യയുടെ ഇമ്പോർട്ടൻസ് അവിടെയാ വരുന്നത്. അപ്പം ഈ പറഞ്ഞു വന്ന ഈ 3 ഗുണങ്ങളിൽ രജോ ഗുണമാണ് ആദ്യം പ്രധാനമായിട്ട് ഇവിടെ ദേവി ചുമല കളറാണ്. കാരണം ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് രജോ ഗുണം, ആവശ്യത്തിനുള്ള അളവ് എല്ലാം വേണമെങ്കിലും രജോ ഗുണം വേണം. കാരണം ആദ്യം വേണ്ട എന്താ? നമുക്ക് സംരക്ഷണമാണ് വേണ്ടത്, അല്ലേ? ബാക്കി സാധനം വിട്ടാൽ തീർന്നില്ലേ? പിന്നെ നമുക്ക് സാത്വികത പറയാൻ പറ്റുമോ? തമോ ഗുണവും അല്ല വേണ്ടത്. തമോ ഗുണത്തിൽ ബോധമില്ല, ചുമ്മാ അറ്റാക്കാണ്. ആല്ലേ തീവ്രവാദികളൊക്കെ ചെയ്യുന്ന കൂട്ടം, ചുമ്മാ അവനും ചാവും മറ്റുള്ളവരും ചാവും. അവിടെ ഒരു ബോധവും ഇല്ലാതുള്ള അറ്റാക്കും യുദ്ധമാണ്. രജോ ഗുണമാണ്. ഇന്ത്യ രജോ ഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബോധത്തോടു കൂടി വേണ്ടവർക്ക് വേണ്ട രീതിയിൽ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം, അത് രജോ ഗുണമാണ്. അപ്പൊ രജോ ഗുണം ഉണ്ടെങ്കിൽ ഒരാൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. ഭക്ഷണം കിട്ടണം, നിത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ രജോ ഗുണം വേണം. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ? അരി വാങ്ങിക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് വിശക്കുമ്പോൾ വല്ലതും കൊടുക്കാൻ പറ്റുമോ? ഒരു സന്യാസിയായിരുന്നു കൊണ്ട് പറ്റുമോ? നമ്മളൊക്കെ ഗൃഹസ്ഥരല്ലേ, നമുക്ക് ഉപാസിക്കണ്ടേ? ഗൃഹസ്ഥരെ പലരും സന്യാസിമാരായിട്ട് സ്വയം തെറ്റിദ്ധരിച്ചിട്ട് സന്യാസിമാർ ഈ പറഞ്ഞ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. കാശൊന്നും വാങ്ങിക്കരുത്, എല്ലാം ത്യജിക്കണം, എല്ലാം കളയണം, പട്ടിണി കിടക്കണം, ദാരിദ്ര്യത്തെ വാഴ്ത്തി പാടുന്ന ഒരു ശീലം ഇന്ത്യയിലുണ്ട്. ഇത് വളരെ തെറ്റാ. പണ്ട് ഭാരതം അങ്ങനെ അല്ലായിരുന്നു. ഏറ്റവും സമ്പത്തുള്ള സ്ഥലമായിരുന്നു ഭാരതം. സായിപ്പന്മാർ വന്ന് അടിച്ചുകൊണ്ട് പോയതിനു ശേഷമാണ് നമ്മൾ ഇത്രയും ദരിദ്രമായത്, അല്ലേ? ആ സമ്പത്ത് എങ്ങനെ വന്നു? ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടല്ല, മനസ്സിലാക്കണം. ഇവിടെ ഉപാസകരുടെ നാടാണ് ഭാരതം, അല്ലേ? അപ്പൊ അതുകൊണ്ട് രജോ ഗുണത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ സിന്ധൂരാരണ വിഗ്രഹം, ചുവന്ന കളറിൽ അങ്ങോട്ട് പറയാണത്. സിന്ധൂരാരണ വിഗ്രഹം ദൃഢനം മാണിക്യമൂലീശ്വരത്താരാ നായകശേഖരം സ്മൃതിയും അഭീനവക്ഷൂരം പാണിഭ്യം അലിപൂർണ്ണ രക്തചഷകം രക്തോൽപലം ബിഭ്രയും. ആ പൂക്കൾ നിറഞ്ഞ സൗമ്യം രത്നഘടസ്ഥ രക്തചരണം, സൗമ്യം. ഈ സൗമ്യത എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ നിന്നുകൊണ്ട് മാത്രമേ രജോ ഗുണം ഉപയോഗിക്കാവൂ. ഈ സൗമ്യതയോടുകൂടി രജോ ഗുണം ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് പരിധി വിട്ടുപോയിട്ട് നമുക്കെതിരെ തിരിഞ്ഞു വരുന്ന കാഴ്ച നമുക്ക്. പല ആളുകളുടെയും സമ്പത്ത് തന്നെയാണ് അവരുടെ നാശത്തിന് കാരണമാകുന്നത്. പല ആളുകളുടെയും പല പല ഗുണങ്ങളാണ് അവർക്ക്, അത് തന്നെയാണ് നാശത്തിന്. കാരണം അത് വേണ്ട അളവിൽ സംരക്ഷിക്കണമെങ്കിൽ ഒരു സംയമനം, ഒരു സൗമ്യത, ഒരു ശാന്തത, ഒരു പ്രസന്ന വദനം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. സൗമ്യമാണ്. അങ്ങനെ ഇരുന്ന് വേണം ലളിതാ സഹസ്രനാമം ജപിക്കാൻ. ഇല്ലെ ദേവിയുടെ ശക്തി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇമോഷണൽ കൺട്രോൾ ഇല്ലാതെ ആരെയെങ്കിലും പ്രയാഗി അവരും തീരും, നമ്മളും തീരും. ഇത്രയും നാളത്തെ ജപിച്ച പുണ്യമല്ല ഒരാളെ ശപിച്ചാൽ അങ്ങ് പോവും. അവൻ വണ്ടി ഇടിച്ച് ചാവുകയും ചെയ്യും, നമ്മൾ ഉള്ള ബാധയെല്ലാം കയറി പിടിക്കുകയും ചെയ്യും. നമ്മുടെ എനർജി മുഴുവൻ അവന് കൊടുത്തു, അവൻ ചത്തുപോയി. എനർജി നെഗറ്റീവോ പോസിറ്റീവോ അല്ല, ന്യൂട്രലും ഫേസും വരുന്നത് ഒരു കമ്പി കൂടാ നമ്മുടെ വീട്ടിലോട്ട്. അത് ഇപ്പുറത്തൂടെ വന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ന്യൂട്രൽ ഇത് ഫേസും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറുന്നു എന്നുള്ളത്. എനർജി പിച്ചാത്തി കറിക്കരിയാനും ഉപയോഗിക്കാം, 10 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിക്കാം, 10 പേരെ കുത്തി കൊല്ലാനും ഉപയോഗിക്കാം, ടോക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാം, കൊല്ലാനും ഉപയോഗിക്കാം. എനർജി എപ്പോഴാണ് നെഗറ്റീവ് ആകുന്നത് പോസിറ്റീവ് ആകുന്നത് അറിയണമെങ്കിൽ ശാന്തത ഉണ്ടാകുന്ന ശിവന്റെ മുകളിലാണ് ദേവി ഭദ്രകാളി നിൽക്കുന്നത്, അല്ലെങ്കിൽ ത്രിപുര സുന്ദരി ഇരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം, തർക്കമൊന്നുമില്ല. സൗമ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരുപാട് ആഴമുള്ള, പ്രാക്ടിക്കലി ചുമ്മാ അങ്ങ് നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമുക്കിത് മനസ്സിലാക്കി ആ ഭാവത്തിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കി ഉപാസിക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്.
ഓരോ വാക്കും ഋഷി ഉപയോഗിച്ചിരിക്കുന്നത് എത്ര ആഴത്തിലാന്ന് നോക്കിയാട്ട്. സൗമ്യം. എന്തിനാ? ഈ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ ഹാൻഡിൽ ചെയ്ത് വേണ്ടതിനാ. മഹാവീരനോട് ചോദിച്ചു എന്താണ് വിഷം? അത് അളവിൽ കൂടുതലുള്ള വിഷമാണെന്ന് പറഞ്ഞു. ഈ അളവ് എങ്ങനെ മനസ്സിലാക്കും? ഒരു ഡോക്ടർക്ക് ഷുഗർ ഇയാളെ ഇൻസുലിൻ എത്ര എടുക്കണം വേണ്ടാന്നുള്ള ഇഷ്ടം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ് ഷുഗർ ഉള്ളവർക്ക്, ശരിയല്ലേ? ഡോക്ടർ നിശ്ചയിക്കുന്ന എന്തിനായിരുന്നു? അയാളുടെ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ. അയാൾ വെപ്രാളപ്പെട്ട് ശാന്തതയില്ലാതെ സൗമ്യതയില്ലാതെ എനർജി ഉപയോഗിച്ചാൽ ഇൻസുലിൻ കൂടാൻ പറഞ്ഞു, അല്ലെ കുറയ്ക്കാൻ നമ്മുടെ തല ഇറങ്ങി വീഴും, ചത്തു. അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറിന് ശാന്തതയില്ലെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി, അല്ലേ? ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ബ്ലഡ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ശാന്തതയില്ലെങ്കിലും സൗമ്യ. രത്നഘടസ്ഥ രക്തചരണം. രത്നഘടത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചരണങ്ങളോട് കൂടിയവളാണ് ദേവി. സൗമ്യാം രത്നഘടസ്ഥ രക്തചരണം ധ്യായേൽ പരാമംബികം. രത്നഘടം എന്ന് പറഞ്ഞാൽ തലയോടാണെന്ന് പറയുന്നവരുണ്ട്. രത്നഘടം എന്ന് പറയുന്നത് രത്നങ്ങൾ പതിപ്പിച്ച കുടമാണെന്ന് പറയുന്നവരും. ഒന്നും തെറ്റല്ല കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. രത്നഘടസ്ഥ രക്തചരണം. ഈ രത്നഘടം തലയോടെന്ന് പറഞ്ഞാൽ എന്താണ്? സുഷ്മ്നാ നാഡി സഹസ്രാരത്തിൽ അവസാനിക്കുമ്പോൾ അവിടെ ദേവി പ്രകാശിക്കുന്നു. ദേവി അവിടെ ഇരിക്കുന്നത് ശ്രീ ലളിതാംബ ഗുരുപാതുകാം പൂജയാമി തർപ്പയാമി. ലളിതാംബിക തന്നെയാണ് ശ്രീവിദ്യോപാസകന്റെ ഗുരു, പരമഗുരു, പരമേഷ്ഠി ഗുരു, പരാൽപര ഗുരു, ശ്രീ ഗുരു, ശ്രീ ഗുരുപാതുകാം പൂജയാമി തർപ്പയാമി. വലിയ ഗുരുപാതുക മന്ത്രത്തില് ഹംസശിവ സോഹം ഹംസ ഹസ്ക പ്രേം ഹസക്ഷമല്ല പറയും എന്ന് പറഞ്ഞു പോകുന്ന മന്ത്രം. ദേവി തന്നെയാണ് ഇതെല്ലാം. ആദിപരാശക്തി മഹാത്രിപുര സുന്ദരി, ശിവശക്തി ഐക്യരൂപണിയായിട്ടുള്ള ത്രിപുര സുന്ദരിയാണ് ശരിക്കും ഒരു ഗുരു. അത് ലോകത്രയ ഗുരുക്കന്മാരിലൂടെ, മറ്റ് ഭൗതിക ഗുരുക്കന്മാരിലൂടെ ഒക്കെ നമ്മളിലേക്ക് വന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഗുരുവല്ലാത്തത് എന്തെന്നാണ് കുളാർണവ തന്ത്രം ചോദിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഗുരുവല്ലാത്തത് എന്ത്? ഒരു പുൽക്കൊടിയും എനിക്ക് ഗുരുവാണ്, ഒരു കുട്ടിയും എനിക്ക് ഗുരുവാണ്. ദേവി ആരിലൂടെയും പ്രവർത്തിക്കും. അപ്പോ സഹസ്രാരത്തിലാണ് ഗുരുവിന്റെ സ്ഥാനം. അപ്പൊ ആ ശ്രീചക്രത്തിന്റെ സഹസ്രാരം, ട്രയാങ്കിളിന്റെ മേളിലായിട്ട് സഹസ്രാരത്തിന്റെ സ്ഥാനം. അപ്പൊ ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ദേവി ഗുരുപരമ്പരയിലൂടെ അനുഗ്രഹിക്കുന്നു. അതാണ് രത്നഘടം തലയോടിന്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്നത്. അത് വളരെ നല്ലൊരു ഇതാണ്. കാരണം എന്താ? കാളീഭാവത്തെ കൂടെ കാണിക്കുന്നുണ്ട്. തലയോട്ടിയുടെ മുകളിൽ കാല് വെച്ചിരിക്കുന്ന കാളീഭാവം നമുക്ക് പ്രൊട്ടക്ഷന് ആദ്യം വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ആരിൽ നിന്നാണ് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത്? നമ്മളെ ബാധിക്കുന്ന ബാധകളിൽ നിന്നും, തെറ്റായ തീരുമാനം എടുക്കുന്ന, അസുഖങ്ങൾ ഉണ്ടാക്കുന്ന, ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, കടമുണ്ടാക്കുന്ന, ആത്മഹത്യ ചെയ്യിക്കുന്ന, കൊലപാതകം ചെയ്യിക്കുന്ന, അഡിക്ഷൻസിലേക്ക് നമ്മളെ കൊണ്ടുപോയി പെടുത്തുന്ന ബാധകളെ, തെറ്റായ തീരുമാനം എപ്പോഴും എടുപ്പിക്കുന്ന, എന്ത് പറയില്ലെന്നോ വിചാരിച്ചോ അത് തന്നെ പറയും, ലാസ്റ്റ് എന്ത് ചെയ്യല്ലെന്ന് വിചാരിച്ചോ അത് തന്നെ ചെയ്തു പോകും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ആളുകൾക്ക്. വർഷങ്ങളായുള്ള വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, തലവേദന, കൈകാൽ കഴപ്പ്, വർഷങ്ങളായി ഡോക്ടർമാരുടെ പുറകെ പോയിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. എന്റെ അസുഖം എന്താണ് മാറാത്തത്? ഒരാൾ ചെല്ലുമ്പോൾ പറയുന്നില്ല, വേറൊരാൾ ചെയ്യുന്നത്, അയാൾ ചെല്ലുമ്പോൾ വേറൊരാൾ. പല ഡോക്ടർമാർ പലതാണ് പറയുന്നത്. ആർക്ക് സത്യത്തിൽ കാര്യം അറിയാൻ വയ്യ. ഇതിനുള്ള പരിഹാരമാണ് ലളിതാ സഹസ്രനാമം, ദേവി ഉപാസന. അത് എന്ന് കിട്ടുന്നു? ഇനി ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു തന്നാലും പോലും ഇതിനൊരു മനസ്സിലാക്കാൻ ഒരു സമയം വരുമ്പം കർമ്മഫലങ്ങൾ കുറഞ്ഞ അപ്പോഴാണ് ഇത് കയറി കത്തുന്നത്. അത് എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ എല്ലാ ഉപാസനകളും ചെയ്തുകൊണ്ടേയിരിക്കുക. ലളിതാസഹസ്രനാമം ജപിക്കുക, ദേവിയുടെ പാട്ട് കേൾക്കുക, നാമം ജപിക്കുക, മൂലമന്ത്ര ജപ പുരസ്കരണം ചെയ്യുക, സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ദീക്ഷയെടുത്തുള്ള ഉപാസനകൾ വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്ന എന്തെങ്കിലും വിളിക്കുക, ദേവി അമ്മേ നാരായണ ജപിക്കുക 108 ഈ ഡെയിലി മിനിമം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എൻ്റെ അഹന്ത ഇല്ലാതാകുമ്പോൾ, എൻ്റെ തലയോട് താഴുമ്പോൾ, എൻ്റെ തല താഴുമ്പോൾ, പൂർണ്ണമായ അഹമില്ലായ്മയിലേക്ക്, ഞാൻ എന്നുള്ള തോന്നലില്ലായ്മയിലേക്ക് ദേവി 4 സൈഡിൽ നിന്നും പ്രവഹിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹസ്രാരത്തിൽ നിന്നും അമൃതമായി ഒഴുകി ഇറങ്ങി വരുമ്പോൾ ആണ് എൻ്റെ ജീവിതം പൂർണ്ണതയിലെത്തുന്നത്.
അതാണ് സൗമ്യാം രത്നം ഘടസ്ഥ രക്തചരണം. സഹസ്രാർത്ഥത്തിൽ ഇരിക്കുന്ന ദേവി. കുലാന്തസ്ഥ എന്നൊരു നാമില്ല സഹസ്രാർത്ഥത്തിന്റെ. കുലനാട് നാഡി സുഷുമ്നാ നാഡിയാണ്. അതിന്റെ അന്തത്തിലെ ഏറ്റവും സഹസ്രാരത്തിലാണ് എന്റെ അന്തം. താഴെ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്നവളാണ് ദേവി. അകുല സഹസ്രാർ എന്ന് പറയും. കുലാന്തസ്ഥ കൗലിനി കുലയോനി. അപ്പം എന്താ പറയുന്നത്? അങ്ങനെ സൗമ്യ രത്നഘടസ്ഥാം രക്തചരണം. ഈ രത്നഘടസ്ഥ രക്തചരണ എന്ന് പറഞ്ഞാൽ രത്നഘടം എന്ന് പറഞ്ഞാൽ തലയൊട്ടിന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ഈ രത്നങ്ങൾ പതിച്ച കുടം, സമ്പത്തുകളും ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കുടം. ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യം എന്നാണ് അർത്ഥം. വിഷമൊന്നും മറ്റൊരർത്ഥമുണ്ട്. ശരിയായിട്ട് ചെയ്തില്ലേ വിഷം, തെറ്റായി വിനിയോഗിച്ചാൽ, ആളുകൾക്കെതിരെ ആഭിചാരം ചെയ്യാനൊക്കെ ദേവി ഉപയോഗിച്ചാൽ അത് വിഷവിദ്യയായിട്ട് തിരിച്ചടിക്കും. ധർമ്മം ഉണ്ടാവണം. ശ്രീവിദ്യ ഉപാസകന് ധർമ്മമാണ് ഒന്നാമത്തെ. സത്യവും ധർമ്മവുമാണ് പ്രധാനം. അതില്ലെങ്കിൽ അത് തിരിച്ചടിക്കും. അപ്പൊ ധർമ്മിഷ്ഠനായിരിക്കണം. അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ ദേവി ക്ഷമിക്കും. അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. സൗമ്യ രത്നഘടസ്ഥ രക്തചരണം. എന്താ സരസ്വതി ലക്ഷ്മിയും എല്ലാം ഇതിലുണ്ട്. ദേവിയുടെ ഭാവങ്ങളാണ്. അപ്പൊ ജ്ഞാനപ്രസാദന് ജ്ഞാനം ദായിനിയായിട്ടിരിക്കുമ്പോൾ സരസ്വതി എന്ന് വിളിക്കുന്നു അല്ലേ? അപ്പം ഇവിടെ എന്താണ്? സരസ്വതി ലക്ഷ്മിയാണ് പ്രസ്താവിക്കുന്നത്. സമ്പത്തും ഐശ്വര്യം നിറഞ്ഞ കുടത്തിന് മുകളിൽ അത് ദേവി നമുക്ക് തരുന്നു. കാല് വെച്ചിട്ട് ദേവി ഇരിക്കുകയാണ്. സൗമ്യാം ഘടസ്ഥ രക്തചരണം ധ്യായേൽ പരാമംബികാം. ആ ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞെന്താ? അഹന്ത പോണം. പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി വേണം ജപം ചെയ്യുവാൻ, ദേവി ഉപാസന ചെയ്യുവാൻ. സൗമ്യാം ഘടസ്ഥ രക്തചരണം ധ്യായേൽ പരാമംബിക. എന്ത് ചരണോ പറഞ്ഞ? രക്തചരണം. എന്താ രക്തചരണം എന്ന് പറഞ്ഞേ? എന്താ അങ്ങനെ പറഞ്ഞത്? രക്തം വീണ് നിറഞ്ഞിരിക്കുന്ന ദേവിയുടെ ചരണങ്ങളിൽ എങ്ങനെയാ രക്തം വന്ന? എങ്ങനെയാ? നമ്മളെ അശുദ്ധഭാവത്തെ, ശത്രുക്കളെയൊക്കെ നിഗ്രഹണം ചെയ്ത് അവരുടെ ചോര കാലയിൽ പെരണ്ടിരിക്കുകയാണ് ദേവിയുടെ. യുദ്ധം നടത്തിയിട്ട് വന്നിരിക്കുക. നമ്മുടെ ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചിട്ട് വന്നിരിക്കുകയാണ്. ആ രക്തം കാലിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. രക്തചരണം. കാരണം അവരുടെ ആ രക്തവങ്കിലമായ യുദ്ധക്കളത്തിൽ നിന്നും കയറിയിരിക്കുകയാണ്. ശത്രുക്കളെയൊക്കെ കൊന്ന് അവരുടെ രക്തം കിടക്കുക. ഗുരുതി തർപ്പണത്തില് ഒക്കെ ചെയ്യുന്ന സംഭവ സങ്കല്പം നിങ്ങൾക്കറിയാം അല്ലെ? ഗുരുതി തർപ്പണം ചെയ്യുമ്പോൾ എങ്ങനെയാ? ശത്രുക്കളുടെ നമ്മളിലെയും അവരിലെയും അശുദ്ധഭാവത്തെ, അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ ഉണ്ടാവുന്ന ബാധകളുടെ, ശത്രുക്കളുടെ ഒക്കെ രക്തത്തെ നാം സമർപ്പിക്കുന്നത്. അങ്ങനെ രക്തചരണത്തിലാണ് ദേവി. രക്തചരണത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഈ കടത്തിന്റെ മുകളിൽ നിൽക്കുന്നത് സൗമ്യം. കാരണം സമ്പത്തും ഐശ്വര്യവും സംരക്ഷിക്കണമെങ്കിലും കുറച്ച് എന്താ പറയുക, രജോ ഗുണം നമ്മൾ കാണിക്കണം. ധർമ്മം നിലനിർത്തണമെങ്കിൽ രജോ ഗുണം ഇല്ലാതെ പറ്റൂല ഒരു രാജാവിന്. പേടിയുള്ളതുകൊണ്ടല്ലേ നമ്മുടെ ഇവിടെ ആളുകൾ നിയമം പാലിക്കുന്നത് കുറച്ചെങ്കിലും. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചിലത്തൊക്കെ തല വെട്ടുമെന്നുള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് രാത്രി 1 മണിക്ക് ഇറങ്ങി നടക്കാം. ഇന്ത്യയെ പലയിടത്തും പറ്റത്തില്ല. അവിടുത്തെ നിയമം ഇവിടെ വന്നാലോ? ലോ ആൻഡ് ഓർഡർ. എന്താണ്? ആ രജോ ഗുണം, ശക്തി അവിടെ ഗവൺമെന്റ് കാണിച്ചാൽ ആരും ഒന്നും ചെയ്യൂല. അല്ല, ധർമ്മം പാലിക്കപ്പെടും. ധർമ്മം. അപ്പൊ അതുകൊണ്ട് ആ രക്തചരണം ആവശ്യമാണ്. എന്തിന്? സമ്പത്തുക്കള് ആരും അപഹരിച്ചുകൊണ്ട് പോകാതിരിക്കാൻ, അധർമ്മം പ്രവർത്തിക്കാതിരിക്കാൻ. അല്ല, പൈസ ഉണ്ടാക്കിയാൽ മാത്രം കാര്യമില്ല. അധ്വാനിച്ച് അത് സംരക്ഷിക്കാൻ പഠിക്കണം. അതിന് ബോധം ഉണ്ടാവണം. അതിന് ദേവി ഉപാസന നല്ലതാണ്. അതുപോലെ ശക്തി ഉണ്ടാവണം. അപ്പൊ ലക്ഷ്മി സരസ്വതിയും, സരസ്വതിയോട് കൂടിയേ എന്തൊക്കെ നിൽക്കൂ? ലക്ഷ്മിയും അല്ലെ, ലക്ഷ്മി നിലനിൽക്കുന്നു. സരസ്വതിയോടുകൂടി, അതുപോലെ ശക്തി ഭുവനേശ്വരിയോടുകൂടി. അതാണ് ത്രിതാരി മന്ത്രത്തിലുള്ളത്. ശ്രീവിദ്യ ത്രിതാരി മന്ത്രമാണെന്ന് പറയും. എന്തൊക്കെ ചേരണാണ്? ലക്ഷ്മി, സരസ്വതി, എന്താണ്? ഭുവനേശ്വരി അല്ലെ? അപ്പം ആ സരസ്വതിയോടും ഭുവനേശ്വരിയോടും കൂടി, ശക്തിയോടും ജ്ഞാനത്തോടും കൂടി, അറിവോടും കൂടി മാത്രമേ സമ്പത്ത്, ലക്ഷ്മി നിലനിൽക്കത്തുള്ളൂ എന്നുള്ളത്. ഇത് മൂന്നും ഒന്നിച്ച് നമ്മൾ ബീജമന്ത്രത്തിൽ ജപിക്കുന്ന ത്രിതാരി മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അത് ആണ് ഇവിടെ പരാമർശിക്കുന്നത്. അങ്ങനെയുള്ള ആ ദേവിയെ ഞാൻ സ്മരിക്കുന്നു, ആ ദേവിയെ ഞാൻ ഉപാസിക്കുന്നു.
ദേവിക്ക് മുന്നിൽ നമസ്കരിക്കുന്നു. ശ്രീമാത്രേ നമ. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അടുത്ത പ്രാവശ്യം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പൊ ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും അനുഗ്രഹം ദേവിക്ക് ഉണ്ടാകട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം എല്ലാവരും ഇതിലേക്ക് പങ്കെടുപ്പിക്കുക. കാരണം ഇത് എല്ലാവരിലും എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഫീസ് ഒന്നും വെക്കാതെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനും റെഡി. നമുക്ക് ഒന്നിച്ച് ഈ സംഭവം എല്ലാവരിലും എത്തിക്കാം. മനസ്സിലായോ? ഇതൊരിക്കലും എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല. ഇന്ന് നമ്മുടെ ധർമ്മമാണെന്നുള്ളതുകൊണ്ടാണ്. ലോകത്തിൽ ഇത് എത്തിക്കണം, ഹിന്ദുക്കളെ ഉദ്ധരിക്കണം. തകർന്നു പോയിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ, അമ്പലങ്ങളൊക്കെ കൊള്ളയടിക്കുന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നു. ഇന്ന് എല്ലാ രീതിയിലും നമ്മൾ തകർന്നുകൊണ്ടിരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയും വളർത്താൻ വേണ്ടിയല്ല ഞാനിത് പറയും. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മതത്തിൽ, ഏത് ജാതിയിൽ, എന്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ജാതി മതഭേദമന്യേ എല്ലാവരും ഇത് ജപിക്കണം. ഇതിലേക്ക് എത്തി സനാതന ധർമ്മം ഉദ്ധരിക്കപ്പെടണം. നമ്മുടെ കർത്തവ്യമാണ്, കടമയാണ്. ഇത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു ദിവസം ഒരാൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത ദേവികയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. എനിക്ക് ബെനിഫിറ്റ് ദേവിയുടെ അനുഗ്രഹം എനിക്ക് കിട്ടുന്നു എന്നുള്ളത്. അതെനിക്ക് വേണ്ടുവോളം കിട്ടുന്നുണ്ട്. ഇത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഫലമുണ്ട്. നിങ്ങളും ചെയ്താൽ നിങ്ങൾക്കും കിട്ടും. 10 പേര് നിങ്ങൾ വഴി ഇത് എത്തിച്ചു കൊടുത്തോ, നിങ്ങൾക്ക് അതിന്റെ പുണ്യം കിട്ടും. അവർ ചിലപ്പോൾ ജപിച്ചങ്ങ് കയറി അങ്ങ് രക്ഷപ്പെടും. അതോടുകൂടി നിങ്ങളോടും അവർക്ക് ഇഷ്ടമാവും. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവും, അവർക്കും ഉണ്ടാവും. ഇത് നമ്മുടെ കടമയാണ്. നമ്മൾ എന്ത് വിചാരിക്കണം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അല്ലേ? ചില പാസ്റ്റർമാരൊക്കെ റോഡിൽ നിന്ന് ഉറക്കെ ദൈവരാജ്യത്തെ കുറിച്ചും യേശുവിനെ കുറിച്ചും നമ്മൾ പറയുന്ന കണ്ടിട്ടില്ലേ? ആര് കളിയാക്കിയാലും ചീത്ത വിളിച്ചാലും ഒന്നും അവർക്ക് വിഷയമല്ല. കാര്യം എന്താ? അവരിലേക്ക് ആ കൃപ വരുന്നുണ്ട്, മനസ്സിലായി, അവരുടേതായ രീതിയിൽ. പക്ഷെ അത് അസ്ഥാനത്തും ഒക്കെ പോയി ചെയ്ത് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് വേറെ അതിന്റെ മറ്റേ സൈഡല്ല പറയുന്നത്. അത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളപ്പോ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു പദ്ധതി, എത്രയോ നല്ലൊരു പദ്ധതി എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുത്തുകൂടാ? ഇത്രയും ശാസ്ത്രീയമായ ഒരു പദ്ധതി, അടുത്ത ജനറേഷൻ വഴിതെറ്റി പോകാതിരിക്കാനുള്ള ഒരു പദ്ധതി എന്തുകൊണ്ട് കൊടുത്തുകൂടാ? എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. 100% വിജയം ഉറപ്പാണ്. ധൈര്യമായിട്ട് ദേവിയെ ഉപാസിച്ചോളൂ. എല്ലാവരും ദേവി അനുഗ്രഹിക്കും. എല്ലാ ആഴ്ചയും ഒരു റീചാർജ് അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് തുടർന്ന് കൊണ്ടുപോകണം. ഇപ്പൊ നമ്മളൊരു 3-4 പ്രാവശ്യമായിട്ട് ചെയ്യുന്നു. അപ്പം പല പോരായ്മകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം ഒരു യാത്രയിലാണ്, വീട്ടിൽ എത്തിച്ചേർന്നിട്ടില്ല. അപ്പം പക്ഷെ നമുക്ക് ഇവിടെ ഭാഗ്യത്തിന് വാർഡിക്കകത്തിനായതുകൊണ്ട് നമുക്ക് ഒരു ആകസ്മികമായി ചില തിരക്കുകൾ വന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇല്ലത്ത് തന്നെ ഇരുന്ന് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മാക്സിമം ഞാൻ ശ്രമിക്കും. നമുക്ക് ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നല്ലതല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അപ്പൊ നമ്മളെല്ലാരും ഒന്നിച്ച് ഈ ആശയം എത്തിക്കാം. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ, അല്ലേ? നമുക്ക് എന്ന് എല്ലാ ആഴ്ചയും ആവുമ്പോഴേ ഇങ്ങനെ ചില ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, അല്ലേ? സന്തോഷം. അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും. ശ്രീമാത്രേ നമഃ. ചിന്താംബിയായി